അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ, പുതിയ ബാനറൊക്കെ കൂടി വന്നാൽ നമ്മുടെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം എങ്ങനെയുണ്ട് ഈ ഒരു അപ്ഡേറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാരേജിലൊക്കെ ഫുൾ ആഡ് വന്നിരിക്കുകയാണ്. നമുക്ക് കാണാം, ആ ഒരു ചുമരിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് കുറേ ആഡുകളൊക്കെ വന്നിട്ടുണ്ട്. അത് ഓരോ കളി എടുക്കുമ്പോഴും, അതായത് ഓരോ തവണ അത് ഓപ്പൺ ചെയ്യുമ്പോഴും ഓരോന്നായിരിക്കും വരിക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ FPS ഇല്ലേ, ആ ഒരു സംഭവത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഡിലീറ്റ് അക്കൗണ്ട്, നമ്മുടെ ഇപ്പോൾ അക്കൗണ്ടൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ വലിയൊരു ഉപകാരമുള്ള കാര്യമാണ്. കാരണം നമുക്ക് പേരോ മാറ്റാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു അപ്ഡേറ്റ്, അതായത് ഒരു അക്കൗണ്ട് തുടങ്ങി പേരൊക്കെ ഇടാമല്ലോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഗ്രാഫിക്സ് വരുന്നത്. ഞാൻ ഫുള്ള് ലോയിലാക്കിയിട്ട് FPS മാത്രം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അത്യാവശ്യം മാറ്റം ഉണ്ടായിരുന്നു. നല്ല സ്മൂത്തായിരുന്നു നമ്മുടെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ അത്യാവശ്യം കണ്ടില്ലേ. ആ ഒരു FPSൻ്റെ ആ ഒരു മാറ്റം എന്തായാലും ഈ ഒരു ഗെയിമിൽ കാണാനുണ്ട്. എന്ന് പറഞ്ഞാൽ FPS ലാഗ് കുറയ്ക്കുന്നല്ല, FPS കുറച്ചിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വ്യത്യാസമുണ്ട്. FPS ഒരിക്കലും നമ്മുടെ ലാഗ് കുറയ്ക്കില്ല, ഒരു സ്മൂത്ത് കിട്ടുന്നുള്ളൂ. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാരേജിൻ്റെ ആ ഒരു സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗ്യാരേജിൽ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഗ്യാരേജിലൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗെയിമിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് 4.3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെർഷനിലാണ്. ഇത് വന്നിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഇല്ല, ആ ഒരു കാര്യമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ്. അപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് മേജർ അപ്ഡേറ്റ് ഒന്നുമല്ല. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു 4 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ആക്കുന്ന സംഭവമാണ്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ അതെന്തായാലും വലിയൊരു ഉപകാരമുള്ള കാര്യമാണ്. കാരണം അക്കൗണ്ട് നമുക്കെന്തായാലും പേരൊന്നും മാറ്റൽ വലിയ പാടാണ്. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു ഡിലീറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പുതിയ അക്കൗണ്ട് തുടങ്ങി നമുക്ക് ആ ഒരു പേര് മാറ്റി കിട്ടും. പിന്നെ നമുക്ക് അക്കൗണ്ടിൽ അങ്ങനെ പൈസ പോണ പരിപാടിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്കങ്ങനെ ഡാറ്റകളൊന്നും ഉണ്ടാവില്ല, അതൊക്കെ കുറവായിരിക്കും. പിന്നെ വന്നിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ FPS. അപ്പോൾ FPS എന്തായാലും വന്നത് നന്നായി. കാരണം കുറച്ചൊക്കെ സ്മൂത്തായും, അപ്പോൾ ഈ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു FPS ഉപയോഗിക്കുന്നത്. ഈ 60 FPS മാത്രമല്ല, ഇനി അതിൻ്റെ മുകളിലോട്ടുണ്ട്. പക്ഷേ നമ്മുടെ ബസ്സിൽ ഇപ്പോഴാണൊന്ന് 60 FPS കൊടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു FPSൽ ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം എല്ലാവർക്കും ഒരു സംശയമാണ്, അപ്പോൾ ഇനി ലാഗിലുള്ള ഫോണിലൊക്കെ ഒന്ന് സൂപ്പറായിട്ട് കളിക്കാൻ പറ്റുമോ, അതായത് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് പേരുടെ സംശയമാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും പറ്റില്ല. നമുക്കെന്തായാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമെങ്കിലും നമ്മളൊരു കുറച്ചൊരു 10 മിനിറ്റ് നേരമൊക്കെ കളിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫോൺ ഹീറ്റാവുന്നത് കാണാം. അതേപോലെ തന്നെ ചെറിയ ചെറിയ ലാഗ് പിന്നെ വന്നു തുടങ്ങുന്നത് കാണാം. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ FPS ഒരിക്കലും നമ്മുടെ ഗെയിം, അതായത് നമ്മുടെ ഫോണിനെ ലാഗ് കുറയ്ക്കില്ല. അതായത് ആ ഒരു ഗെയിം അത്യാവശ്യം സ്മൂത്താക്കി തരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്മൂത്താക്കുമ്പോൾ നമ്മുടെ FPS കൂട്ടിയിടുകയാണെങ്കിൽ നമ്മുടെ CPU ഉണ്ടല്ലോ ഫോണിൻ്റെ, ആ ഒരു സംഭവം കൂടുതലായിട്ട് വർക്കാവും. പിന്നെ അങ്ങനെ നമ്മുടെ ഫോൺ ചൂടാവും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു FPSൻ്റെ ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ FPS കൂടിയും കൊണ്ട് നമ്മുടെ ഫോണിൻ്റെ സ്മൂത്ത്നെസ് കുറയില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോണിന് നല്ല ഗ്രാഫിക്സൊക്കെ ഇട്ടിട്ട് ലാഗില്ലാതെ കളിക്കണമെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ പരിപാടികൾ നമ്മൾ ചെയ്തു നോക്കും. ഒരു കുറച്ച് നേരത്തേക്ക് അതിന് സമാധാനം കിട്ടുന്നുള്ളൂ. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. നമ്മൾ പുതിയ ഫോൺ എടുക്കുക എന്നുള്ളതാണ് ഇതിന് പറ്റിയൊരു ഓപ്ഷൻ. അപ്പോൾ ഇതാണ് FPSനെ കുറിച്ചുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. FPS ഒക്കെ വന്നത് നല്ലതാണ്. ഇനിയും കൂടുമ്പോഴും നമുക്ക് ആ ഒരു ആദ്യമൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. പിന്നീട് അത് പിന്നെ ചൂടായി വരും. അത് വലിയ ഹൈ എൻഡ് ഡിവൈസിലൊക്കെ ആണെങ്കിൽ ചൂടാവുന്നില്ല. പക്ഷേ നമ്മുടെ ഈ ലോ എൻഡ് ഡിവൈസിലൊക്കെ അത് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു FPSൻ്റെയും സാധാ സ്മൂത്ത്നെസ്സിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മൾട്ടിപ്ലെയർ മോഡിൽ നമുക്ക് റേസിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട്, റേസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു 10 വണ്ടിക്ക് കളിക്കാമെന്നാണ് തോന്നുന്നത്. ഞാൻ അതുവരെ കളിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഒരുപാട് 2-3 മാപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനി അവർ കൊടുക്കുമായിരിക്കും. അപ്പോൾ ആദ്യം വന്നിരുന്ന കോൺവോ ആയിട്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഇത് രണ്ടും ഉണ്ട്, റേസും ഉണ്ട്, നമുക്ക് കോൺവോ ഉണ്ട്. റേസിങ് എല്ലാം അടിപൊളിയാണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു റേസിൽ 3-4 ലാപ്പ് വെച്ചിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും നല്ലൊരു അടിപൊളി സംഭവമാണ്. റേസാണ്, അവരുടേതായിട്ടുള്ള 2-3 ട്രാക്കൊക്കെ മലിയോകാർ കൊടുത്തിട്ടുണ്ട് എന്തായാലും. പിന്നെ ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം എനിക്ക് 2-3 ബഗ്ഗൊക്കെ അടിച്ചിരുന്നു. അപ്പോൾ ബഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് അത്യാവശ്യം നല്ല ഹാങ് ആവുണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് റേസിംഗ് മോഡ് കളിച്ചു. അപ്പോൾ കളിച്ചപ്പോൾ തന്നെ അത്യാവശ്യം ബഗ് ഉണ്ട്, ലാഗല്ല ബഗ് ഉണ്ട് അത്യാവശ്യം. അപ്പോൾ റേസിംഗ് മോഡിലുള്ളൊരു പ്രശ്നമാണിത്. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ മാനുവൽ ഗിയർ ബോക്സ് ഇല്ലേ. അപ്പോൾ ആ ഒരു ഗിയർ ബോക്സിൽ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ തേർഡിൽ ഇങ്ങനെ കിടക്കും, വണ്ടി ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറില്ല. പിന്നീട് നമ്മൾ അത് ഗിയർ മാറ്റി രണ്ടാമത് അത് ഇടുമ്പോഴായിരിക്കും അത് ശരിയാവുക. അപ്പോൾ അങ്ങനെ ഒരു ബങ്കും കൂടി വന്നിട്ടുണ്ട്. അതൊക്കെ വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ ഇതൊക്കെയാണ് ബഗ്ഗായിട്ട് എനിക്ക് വന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രാത്രി കുറച്ച് റെയിൻബോ
ആ കളറൊക്കെ ആയിട്ട് കുറച്ച് ലൈറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ സിറ്റീസിലൊക്കെയാണ് നമ്മൾ കാണുക. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിട്ടൊക്കെ വലിയൊന്ന് കൊടുന്നായിരുന്നു ചില സ്ഥലങ്ങളിൽ. ഇപ്പോൾ അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെന്നാണ് കേട്ടത്, ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ എല്ലാ മാപ്പിലും ഓടിച്ചിട്ടില്ല. അപ്പോൾ പിന്നെയുള്ളത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് കണ്ടിട്ടില്ലേ, സൈഡിലൊക്കെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഫ്ലാഗ് പിന്നെ അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്താ സംഭവം എന്നറിയില്ല, അതിൻ്റെ ഭാഗമായിട്ട് വന്നതാവും. അപ്പോൾ അങ്ങനെ സ്റ്റേജൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു 4 അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ സെർവർ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗ്ലാസ്സിൽ, അതായത് നമ്മൾ മഴ പെയ്യുമ്പോൾ നമ്മുടെ ബസ്സിൻ്റെയൊക്കെ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കയറുന്ന ഒരു സംഭവം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചായിരുന്നു ഞാൻ. അതായത് നമ്മുടെ വണ്ടിയുടെ അകത്ത് വെള്ളം കയറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു നമ്മൾ വണ്ടി ഓടിച്ചപ്പോൾ. അതേപോലെ തന്നെ പിന്നെയുള്ളൊരു കാര്യമാണ് 3 കാറുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ MG കോമറ്റും പിന്നെ എൻഡോവറോ ഇന്നോവയോ അങ്ങനെ എന്തോ ഒരു വണ്ടി കൂടി വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഏതോ ഒരു വണ്ടി കൂടി വന്നിട്ടുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു 3 കാറുകളുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. അതെനിക്ക് കറക്റ്റ് ഞാൻ നോക്കിയില്ല. അപ്പോൾ അങ്ങനെ 3 കാറുകൾ വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ലൈറ്റ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലൈറ്റും വൈപ്പറൊക്കെ ആ ഒരു വണ്ടിക്കുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒറിജിനലായിട്ടാണ് നമ്മുടെ ട്രാഫിക്കിൻ്റെ സിസ്റ്റമൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ട്രാഫിക്കിൻ്റെ ഭാഗമായിട്ട് വേറൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ മാപ്പ് മോഡ് ഡൗൺലോഡിംഗ് ഇല്ലേ, മാപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സംഭവം ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. അതിൽ ചെറിയ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇതിന് അതൊരു സൊല്യൂഷൻ ഇല്ല. ചില ഫോണിലൊക്കെ ഡൗൺലോഡ് ആകുമെങ്കിലും ചില ഫോണിൽ എപ്പോഴും ഡൗൺലോഡ് ആവില്ല. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ബാനറുകളൊക്കെ പുതിയതാക്കിയിട്ടുണ്ട്. പുതിയ ബാനറുകളാണ്. ഓരോ മാച്ച് കളിക്കുമ്പോഴും ഓരോ ബാനറൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നല്ല ക്ലാരിറ്റിയോടുള്ള ബാനറുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മിനി ഗെയിംസ്. അപ്പോൾ ഈ ഒരു മിനി ഗെയിംസ് ശരിക്കും ബസ്സിഡിൽ എന്തിനാണ് കൊടുത്തതെന്ന് മനസ്സിലായില്ല. കാരണം ബസ്സിഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് മറ്റേ പിള്ളേർ കളിക്കുന്ന കുറേ 2 ഗെയിമുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗെയിമൊക്കെ നിങ്ങൾ കളിച്ചോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അതൊക്കെ ചെറിയ പിള്ളേരുടെ ഗെയിമാണ്. നമ്മൾ പോലെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ ബസ്സിഡ്. അപ്പോൾ ആ ഒരു ഗെയിമിൽ ഇതെന്തിനാണ് കൊടുക്കുന്നതെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഈ ഒരു അപ്ഡേറ്റൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.